കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗ്രൗണ്ട് തല റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഘാഡി 160ഓളം സീറ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 50ലേക്ക് കൂപ്പുകുത്തിയത്? ഇതാണ് ചോദ്യം. ഇത്രയും വലിയ വ്യത്യാസം എങ്ങനെ വന്നു? രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടിപ്പോവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ. 144 കോടി ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്നാണ് രാഹുൽ പലപ്പോഴായി സൂചിപ്പിച്ചത്. അതിനായി BJPയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്നതും ഇവിടെ ഉയർന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് രാജീവ് കുമാർ നൽകിയ മറുപടി, ഞാൻ ആരുടെയും ഏജന്റ് അല്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും വാലിൽ കെട്ടേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ. പക്ഷേ രാഹുൽ ഇവിടെ മറുവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാ അടപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ സ്വതന്ത്ര ഏജൻസിയായ കമ്മീഷൻ എന്താണ് മഹാരാഷ്ട്രയുടെ വോട്ടട്ടിമറി നടന്നു എന്നതിനെ കുറിച്ച് പ്രതിപക്ഷത്തെ കേൾക്കാത്തത്? അതിൽ ഒരു അന്വേഷണം നടത്താത്തത്? ബൂത്ത് തലം മുതൽ അന്വേഷണം നടത്തണമെന്നാണ് രാഹുൽ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ അന്വേഷണം നടന്നാൽ മാത്രമേ എത്രത്തോളം ഭയാനകമായ അട്ടിമറിയാണ് നടന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവുകയുള്ളൂ. 115 മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നതിന്റെ പ്രാഥമിക കണക്കുകൾ തങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് കാണാനില്ല. ഓരോ റൗണ്ട് എണ്ണി കഴിയുമ്പോഴും കിട്ടിയ ലീഡും അവിടെ കിട്ടിയ വോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ടേബിളിൽ കോളം വരച്ച് രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ അതും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം വലിയ ചതി നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതൊക്കെ ഒരു ഒത്തുകളിയുടെ രാഷ്ട്രീയമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാവുന്നത്. അഴിമതിയിലേക്ക് മുങ്ങിത്താഴുകയാണോ ഈ സ്വതന്ത്ര സ്ഥാപനം? അത് ഈ രാജ്യത്തെ വിശ്വാസത്തെ ആണ് തകർക്കുന്നത്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെ മാറ്റിവെച്ചാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ട് എന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു സംഘടിത ചൂഷണം ഉണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്.